രാവിലെ എണീച്ചപ്പം തന്നെ നല്ല ചുമയും നല്ല പനിയും. ഞാൻ വിചാരിച്ചു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തുകൊണ്ട് അവൻ്റെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ നിന്ന് അവനെയും വിളിച്ചിറക്കി. അവൻ്റെ പൂച്ചേരിയും പട്ടീരിയും കൂടെയൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന് സമയം പോയ അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് കയറുന്ന ആ റോഡ് തന്നെ മോശമായി കിടക്കുന്നത്. എന്തിന് പറയാനെന്ന് പറ. പാർക്കിംഗ് ഫീസ് കൊടുക്കാതെ മുങ്ങാൻ നോക്കിയിട്ട് ചേച്ചി അവസാനം എന്നെ തൂക്കി എടുക്കേണ്ടി വന്നു ഗൈസ്. OP ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ അവിടെയാണെങ്കിൽ മുടിഞ്ഞ ആൾ എങ്ങനെയും നിന്ന് OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറിനെ കാണിക്കാനായിട്ട് പോയി. സർക്കാർ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരിക്കൊക്കെ പോകും. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ടിറങ്ങി. ഡോക്ടർ ഇഞ്ചക്ഷനും മെഡിസിനൊക്കെ എഴുതി തന്നു. ഇഞ്ചക്ഷൻ എടുക്കാൻ പോയ സ്ഥലത്ത് സിസ്റ്ററും ഞാനുമായിട്ട് മുട്ടൻ കമ്പനിയായി. അങ്ങനെ മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി ഫാർമസിയിൽ പോയപ്പം അവിടെ പുറ്റിങ്ങടെ കുതിര എടുക്കുന്നതിൻ്റെ അപ്പുറത്ത് ആൾക്കാർ. 3 ഗുളിക എടുക്കാൻ വേണ്ടി 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഗുളിക എടുത്ത് വെളിയിറങ്ങിയപ്പോഴാണ് ഈ ഒരു അടിപൊളി കാറ് കിടക്കുന്നത്. ഒന്നും നോക്കിയില്ല, എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അളകണ്ണൻ്റെ ടീ കടയിൽ പോയി ടീയൊക്കെ കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ച് നേരെ ടീ കടയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഈ ബജികളും നിരത്തി വെച്ചിരുന്നു. ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യ, ആ അവസ്ഥയിൽ നിൽക്കുന്നു. നമ്മൾ ബജ്ജി എടുത്ത് ഒരു കടി അടിക്കുന്നതിന് മുമ്പ് അണ്ണൻ ചായ അടിച്ച് കയ്യിൽ തന്നു. അതാണ് അളകണ്ണൻ. ചായ കുടിച്ചിട്ട് പൈസ ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പം കൂട്ടുകാരൻ പറയണ അളകണ്ണൻ അവിടെ മാവ് വെട്ടിക്കൊണ്ടിരിക്കുക, അവൻ പോകണമെന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പോയി ഗൈസ്. എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.